ഈ ഹ്യൂമൻ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത, നമുക്ക് ഒരാൾക്കും ഇത് നിർബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരും ഒരു വാഗ്ദാനങ്ങൾ നൽകിയോ ഭീഷണിപ്പെടുത്തിയോ നിർബന്ധിച്ചോ അല്ല ഈ പ്രോഗ്രാമിലോട്ട് വരുന്നത്. ആരൊക്കെയോ എന്തോ ഒരു ലിങ്കൊക്കെ ഇട്ട് തന്നു, എങ്ങനെയൊക്കെയോ ഇത് കണ്ടു. അങ്ങനെ വന്ന് കയറിയപ്പോൾ ഒരു ആകർഷണം തോന്നി നിങ്ങൾക്ക്. എന്തോ ഒരു ആകർഷണം തോന്നി. ഈ ആകർഷണം തോന്നാത്തവരുമുണ്ട്. ഉം. ചില ആളുകൾക്ക് ഈ ആകർഷണം തോന്നൂല. അത് എങ്ങനെയോ ഉണ്ടായി വരുന്നതാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ചൂസൺ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഈ പ്രപഞ്ചത്തിൽ സകലതും ഓട്ടോമേറ്റഡ് ആണ്, മനുഷ്യൻ മാത്രം ഓട്ടോമേറ്റഡ് അല്ല. അത് ഇപ്പോഴും മാനുവൽ മോഡിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. മാനുവൽ മോഡില് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് മനസ്സിലാവില്ല. ഇത് അവർക്കുള്ള ഒരു പ്രോഗ്രാം അല്ല. ദയവ് ചെയ്ത്, നിങ്ങൾക്കുള്ള ഒരു പ്രോഗ്രാം അല്ല ഇത്. ദൈവം ന്യായാധിപനല്ല, ഇരുന്നിങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി ഇരിക്കുവല്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരാളില്ല എന്ന് പറയുന്ന ആൾക്കുള്ളതല്ല ഇത്. അങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരാളില്ല എന്നാണ് നമ്മളും പറയണത്. നിങ്ങൾ പഠിച്ചു വച്ചിട്ടുള്ള ദൈവമല്ല ദൈവം. അതിപ്പോ പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയൂല. നിങ്ങൾ പഠിച്ചു വച്ചിട്ടുള്ള, നിങ്ങൾ മനസ്സിൽ സൃഷ്ടിച്ചു വച്ചിട്ടുള്ള ഒരു രൂപമല്ലിത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമാവില്ല. നിങ്ങൾക്ക് ബോധ്യമാവില്ല അത്. ഈ പ്രോഗ്രാം ഒരിക്കലും ഒരു അറിവ് നൽകുന്ന പ്രോഗ്രാം അല്ല. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, അറിവ് നൽകുന്നതോ അനുഭൂതി നൽകുന്നതോ അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നതോ ആയ പ്രോഗ്രാം അല്ലിത്. ഞാൻ എത്രയോ തവണ പറഞ്ഞു. മമ്മൂട്ടി മറ്റേ ഒരു സിനിമയിൽ പറയണ്ട്, എടാ ഇപ്പൊ ജയിലില് ഗോതമ്പുണ്ട ഇല്ലടാ എന്ന് പറയണ്ട്. ഗോതമ്പുണ്ട ജയിലിൽ ഇല്ല എന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരൊറ്റ പൊട്ടിക്കലും കൊടുക്കണ്ടേ. എപ്പോഴും ഗോതമ്പുണ്ട തീറ്റിക്കും എന്ന് പറയുമ്പം, അതുപോലെ ഇതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം അല്ല ഇത്. നിങ്ങൾ ഒരു കാര്യം, ഈ പ്രോഗ്രാമിൽ വന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. താഴെ തലത്തിലെ ആത്മാക്കളെയും പിശാചിന് ഒരു താല്പര്യമില്ല. കാരണം ലോകം അങ്ങനെയാണ്. അവർ പരസ്പരം പോരടിച്ചുകൊണ്ട് ഏറ്റുമുട്ടുകയാണ്. ഒരു താല്പര്യമില്ല പിശാചിന്. സൂക്ഷ്മ ശക്തികൾക്ക് അവരെക്കുറിച്ച് ഒരു താല്പര്യമില്ല. നിങ്ങളെക്കുറിച്ച് വലിയ താല്പര്യമാണ്. സോ ബി കെയർഫുൾ. കാരണം ഇത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവൂ. ഇത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്നത് മനസ്സിലാകൂ. നിങ്ങളെയാണ് അവർ നോട്ടമിടുന്നത്. ഇത്രയും നാൾ നിങ്ങൾ അവരുടെ കളിപ്പാവകളായിരുന്നു. ഹ്യൂമൻ സഫറിങ്സിന്റെ
വെറും കളിപ്പാവകളായിരുന്നു നിങ്ങൾ. നിങ്ങൾ പേഴ്സണലായി നോട്ടമിടും. ബിക്കോസ് യു ആർ ഗോയിങ് ടു എസ്കേപ്പ്. എന്നെ പോലെ തന്നെ, ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി, എന്നെ പോലെ തന്നെ ചെറുതും വലുതുമായി ഈ ദൗത്യം ഏറ്റെടുത്ത ഒരുപാട് ആളുകളുണ്ട് ഭൂമിയിൽ. പക്ഷേ നമ്മൾ പറയുന്ന ഇത്രത്തോളം ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ വിശദീകരിക്കാൻ ചിലപ്പോൾ അവർക്ക് ആ ദൗത്യമായിരിക്കും ഉള്ളത്, എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമൊന്നുമല്ല ഈ ഭൂമിയിൽ ഇത് പറയുന്ന ആള്. ഇത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വിവിധ ആളുകൾ ചെറുതും വലുതുമായി ചെറിയ 10, 50, 100 പേരെയൊക്കെ കൂട്ടിയിരുത്തി ഒരുപാട് പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെയാണ് താല്പര്യം, നിങ്ങളെ ആണ് നോട്ടമിടുന്നത്. നിങ്ങൾ കൂടോത്രവും മന്ത്രവാദവും കുറെ ആചാരങ്ങളും കുറെ NLPയും കുറെ EFTയും കുറെ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു കുഴപ്പമുണ്ടാവില്ല. അന്നേരം മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. എല്ലായിടത്തും പോയി സേവ ചെയ്യുക. ചോദിക്കുന്നു, ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത് ഓപ്പണായി? അവരവരവരുടെ കർമ്മം കൊണ്ട് ജീവിച്ചോളൂലേ. എന്നോട് ചോദിച്ചു. അവരേതെങ്കിലും പുരോഹിതന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അടുത്തോ ഒക്കെ പോയി അതൊക്കെ ചെയ്ത് അവർ സമാധാനമായിട്ട് നിങ്ങൾ എന്തിനാ ഈ സമാധാനം ഇങ്ങനെ കൊടുക്കാൻ നിൽക്കുന്നത്? അതിനൊക്കെ ഇവിടെ വേറെ ആൾക്കാരില്ലേ? അതായത് ആ രൂപം ഭാവവും ഒക്കെ വെച്ച ആൾക്കാരെയാണ് അവർ ഉദ്ദേശിച്ചത്. ഈ വഴി അങ്ങനെയല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ സന്യാസിമാരാണ്. നിങ്ങൾക്കത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. യു ആർ ചൂസൺ. കോടികളിൽ നിങ്ങൾ 1000 പേരുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്നും ഭയപ്പെടാനില്ല. നിങ്ങൾ ഓരോരുത്തരും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ മക്കളും പോലും നിങ്ങളുടെ കൂടെ വരണമെന്നില്ല. നിർ അത് വരാൻ സാധ്യതയുമില്ല. എല്ലാവരും വരുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ആ കാലഘട്ടത്തിൽ വന്നവരുടെ കൂടെ ആരും പോയിട്ടില്ല. ഭൂരിപക്ഷം പേര് പോയിട്ടില്ല. ശ്രീകൃഷ്ണന്റെ കൂടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഭൂരിപക്ഷം മറുവശത്തായിരുന്നു. യേശുവിന്റെ കൂടെ വളരെ ചുരുക്കം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. മുഹമ്മദ് നബിയുടെ കൂടെ വളരെ ചുരുക്കം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതൊന്നും ആണെന്നല്ല കേട്ടോ പറഞ്ഞത്. ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എല്ലാ പണിയും നോക്കും. ഞാനിത് നിങ്ങളോട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് എതിർപ്പുകൾ നേരിടാൻ പോകുന്നേ ഉള്ളൂ. അന്ന് നിങ്ങൾ വിചാരിച്ചു ഒന്നും ഉണ്ടാവില്ലെന്ന്. ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആരോടും ബലപ്രയോഗമില്ല. നിങ്ങൾ ആരും പ്രത്യേകിച്ച് ഇന്ന ആൾ ഇങ്ങോട്ട് വന്നേക്കും എന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഉറങ്ങുന്ന ആത്മാക്കളെ ഒരിക്കലും ബലമായി ഉണർത്താൻ കഴിയില്ല എന്ന പ്രപഞ്ച സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഉറങ്ങുന്ന ആത്മാക്കളെ ഒരിക്കലും ബലമായി ഉണർത്താൻ കഴിയില്ല. നിങ്ങളുടെ എന്തോ കാരണങ്ങൾ കൊണ്ട്, നിങ്ങളുടെ എന്തോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇവിടെ എത്തിപ്പോയതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മഹാത്ഭുതം. അത് മഹാത്ഭുതം. അത് മഹാത്ഭുതമാണ്. സപ്പോർട്ടെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ.
അതില്ലാതെ എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? സപ്പോർട്ട് ഇല്ലാതെ എത്രയോ പേര്, അതായത് അവർക്ക് ഓപ്പണായി പറയാൻ പറ്റാതെ പേര് മാറ്റി അവർ, അത് നിങ്ങളുടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഇവിടെ വന്നത് തികച്ചും യാദൃശ്ചികമായിട്ടാണ്. ഇവിടെ നിങ്ങൾ ഒന്നിലും നിങ്ങളുടെ ഇടയിൽ ഒരു മറയുമില്ല. നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവിനും ഇടയിൽ ഒരു മറയുമില്ല. നിങ്ങളാരും ബലം പ്രയോഗിച്ച് വന്നവരല്ല. നിങ്ങൾ 100% സ്വതന്ത്രരാണ്. നിങ്ങളുടെ നിയോഗം എന്ന് പറയുന്നത് അറിയിപ്പ് നൽകുക എന്നത് മാത്രമാണ്. അറിയിപ്പ് നൽകുക, അറിയിപ്പ് നൽകുക. അപ്പോൾ ചുറ്റും ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടായാലും നിങ്ങൾ പൂർണ്ണമായും സമർപ്പിതർ ആണ് എങ്കിൽ നിങ്ങൾ മോസ്റ്റ് പവർഫുൾ ആയിരിക്കും. എവിടെയായിരുന്നാലും, ഏതൊരവസ്ഥയിലായിരുന്നാലും, എന്തൊരു സാഹചര്യത്തിലായിരുന്നാലും, ഏത് സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോയി വച്ചാലും, തീ കുണ്ടാരത്തിൽ നിങ്ങളെ കൊണ്ടുപോയി വച്ചാലും യു ആർ ഹാപ്പി. അതാണ് യാഥാർത്ഥ്യം. അതാണ് യാഥാർത്ഥ്യം. ചിലർ സപ്പോർട്ട് ചെയ്തു തരും. അങ്ങനെ അന്നും സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കോ ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്കോ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഭാര്യ ഇരിക്കട്ടെ, എൻ്റെ ഭർത്താവ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരും. എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം എല്ലാം അതിനപ്പുറം രക്ഷിതാവാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം, അവരാണ് സന്യാസിമാർ. അവരാണ് എല്ലാം ത്യജിക്കുന്നവർ. അല്ലാതെ എല്ലാം ഇട്ട് ഓടിപ്പോകുന്നവരല്ല. നിങ്ങൾ ഇനിയിപ്പോ നിർബന്ധിതാവസ്ഥയിൽ എന്തെങ്കിലും ഒരു ആചാരം അനുഷ്ഠാനം ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിപ്പോ ചെയ്യുക? നിങ്ങൾ പൂർണ്ണമായിട്ടും സമർപ്പിച്ചിട്ടായിരിക്കും ചെയ്യുക, അല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു ആചാരാനുഷ്ഠാനം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, കാരണം നിങ്ങൾക്ക് എല്ലാം ഉപേക്ഷിക്കാനുള്ള ധൈര്യമില്ല. എല്ലാരും എസ് എം അല്ല. ഉം. ഞാനും അതൊക്കെ ഈ ഈ ഘട്ടമൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഉം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്താലും അത് സമർപ്പിക്കും. എല്ലാം ത്യജിക്കുന്നവനാണ് ഒരു സന്യാസി എന്ന് പറയുന്നത്. അല്ലാതെ ജീവിതം വിട്ട് ഓടിപ്പോകുന്നവരല്ല. ലൗകികാസക്തികൾ, സ്വാർത്ഥമോഹങ്ങൾ, വെറും ഭൗതികം മാത്രമായ ജീവിതം, ഭൗതികത വേണ്ട എന്നല്ല. ഒരാത്മീയ അന്വേഷകൻ, തത്വഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാള്, ആത്മസാക്ഷാത്കാരം തേടുന്ന ഒരു മനുഷ്യൻ. ഭൗതിക സ്വത്തുക്കൾ, സാമൂഹികമായ പദവി, ഐഡന്റിറ്റി, എല്ലാ ലൗകികമായ ആശങ്കകൾ, എല്ലാത്തിലും അതിലൊന്നിലും താല്പര്യമില്ലാത്ത ആള്. അതൊക്കെ അവിടെ ഉണ്ട്. ഭൗതിക സ്വത്തുക്കളുണ്ട്, സാമൂഹികമായ വലിയ പദവിയുണ്ട്, ലൗകികമായ ആശങ്കകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതിലൊന്നും വലിയ താല്പര്യമില്ല. എല്ലാവർക്കും ഉപകാരി, വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അറിയിച്ചിട്ടാണോ കൊടുക്കണത്? അല്ല. വിളിച്ചു പറഞ്ഞ് മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞിട്ടാണ് കൊടുക്കണത്. നിങ്ങൾ ലക്ഷങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾ ആരെ അറിയിക്കുന്നുണ്ടാവില്ല ഇപ്പൊ. കാരണം നിങ്ങൾ ഒരു രക്ഷിതാവായി അവിടെ ആക്ട് ചെയ്യാണ്. യു ആർ ലൈക്ക് എ ഗോഡ്, നോട്ട് ഗോഡ്. യു ആർ ലൈക്ക് എ ഗോഡ്. ദൈവം എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചു? അത് ദൈവീകത പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്. അത് തിരിച്ചറിയുന്നവരെ അവന് സമാനം ഉണ്ടാവില്ല മനുഷ്യൻ. എന്നാണോ നീ തിരിച്ചറിയുന്നത്, അതുകൊണ്ടാണ് റൂമിയുടെ അടുത്ത് പോയിട്ട് ഒരാൾ വാതിലിൽ മുട്ടുവാണ്. ആരാണ് ഞാൻ? ആരാണ് ഞാൻ? ആരാണ് ഞാൻ? വാതിൽ തുറത്തില്ല. നിങ്ങളാണ് എന്ന് പറഞ്ഞപ്പോഴാണ് തുറന്നത്.
ഞാനെന്ന് വിട്ടിട്ട് നിങ്ങളാണ്, ഞാനല്ല, ഞാൻ നീയാണ്. ഈ സന്യാസം വ്യത്യസ്ത തരമുണ്ട്. ഒന്ന് അനുവാദത്തോടെ ചെയ്യുന്നതുണ്ട്. എല്ലാവരോടും പെർമിഷൻ വാങ്ങി ഈ വഴിക്ക് പോകുന്ന ആളുകളുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എല്ലാവരോടും പെർമിഷൻ വാങ്ങി ഈ വഴിക്ക് പോകുന്ന ആളുകളുണ്ട്. അത് ആത്മീയതയുടെ ആഴം കണ്ടെത്തുകയും ആന്തരിക ത്യാഗത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നവരുൾപ്പെടും. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിശുദ്ധി, വിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയല്ല. അവിടെ നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിനും ഒപ്പം നിന്നുകൊണ്ട് ഭൗതികമായ ആഗ്രഹങ്ങൾ, മുൻവിധികൾ, ആസക്തികൾ എന്നിവ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയാണ്. അത് ആത്മീയമായ ഒരു ശിക്ഷണത്തിലൂടെയും ഒരു പരിശീലനത്തിലൂടെയും സാധനയിലൂടെയും നേടിയെടുക്കുന്നതാണ്. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് വേർപിരിയലുള്ളൊരു പാത. മുമ്പൊക്കെ ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് സ്വന്തം ശവസംസ്കാര ചടങ്ങുകൾ വരെ നടത്തി പോയ ആളുകളുണ്ട്. പുതിയ പേരും സ്വീകരിച്ച് അവരാരെങ്കിലും കളിയാക്കുവോ? മുമ്പൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച് സ്വന്തം ശവസംസ്കാര ചടങ്ങുകൾ നടത്തി പുതിയ ആത്മീയ നാമങ്ങൾ സ്വീകരിച്ച് പോവും. എന്നാൽ ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഈ യുഗത്തിൽ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിക്കുക എന്ന് പറയുന്ന തത്വമാണ് അവിടെ പ്രയോഗിച്ചത്. സൂഫികൾ പറഞ്ഞ മരിക്കുന്നതിന് മുമ്പ് മരിക്കുക എന്ന തത്വമാണ് സന്യാസികൾ സ്വന്തം ശവസംസ്കാര ചടങ്ങുകൾ നടത്തി ബന്ധങ്ങൾ വിച്ഛേദിച്ച് പുതിയ ആത്മീയ നാമങ്ങൾ സ്വീകരിച്ച് അവർ പോയത്. ആ പഴയതിനെ എല്ലാം ഉപേക്ഷിച്ചു അവര്, സകലതും. എന്നാൽ ഈ ഹ്യൂമൻ ടെക്നോളജിയിലൂടെ നമ്മൾ പറയുന്നു ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയും. അത്ര അഡ്വാൻസ്ഡ് ആണ് ലോകം. ഒരു പ്രത്യേക ജീവിത രീതിയാണിത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും സ്തംഭനാവസ്ഥയാണ് മനുഷ്യന്റെ സകല ദുഃഖങ്ങൾക്കും കാരണം. ശരീരത്തെക്കാൾ ആത്മാവിന് മുൻഗണന നൽകി ജീവിക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ശബ്ദപൂരിതമായ ഈ ലോകത്ത് എങ്ങനെ ഉണർന്നിരിക്കാം എന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരറിവല്ല, ഇത് അറിയലാണ്. ഇതൊരറിവ്. ഇവിടെ ആരും അറിവ് നേടാൻ വേണ്ടി വരണ്ട. ഇവിടെ അറിവ് കൊടുക്കുന്നില്ല. ഞാൻ സത്യസന്ധമായി പറയാൻ, ഇവിടെ ഒരു അറിവ് നൽകുന്നില്ല. ഇവിടെ നിങ്ങൾ നിങ്ങളെ അറിയുക മാത്രമാണ് ചെയ്യുന്നത്. കുറെ അറിവ് നേടാൻ വേണ്ടി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. അതുള്ളിടത്ത് പോയി നിങ്ങൾക്ക് പഠിക്കാം. അതെല്ലാം ഞാൻ കഴിഞ്ഞ ഇന്നലത്തെ ക്ലാസ്സിൽ വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അതൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഒരിക്കലും ഗുരുവാക്കി മാറ്റരുത്. അറ്റാച്ച്മെന്റ് പാടില്ല അതിനോട്. ആത്മീയത എന്നാൽ രക്ഷപ്പെടൽ എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പഠിച്ച് വലിയ പുള്ളിയായി എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുക എന്നാണ് വിചാരിക്കുന്നത്. സമൂഹം, കുടുംബം, ജോലി, ഉത്തരവാദിത്വം എന്നിവ എല്ലാം ഉപേക്ഷിച്ച് പോവുക എന്നാണ്. ഇല്ല. ഇവിടെ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അബോധാവസ്ഥ ഉപേക്ഷിക്കണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ കൊട്ടാരത്തിലോ കുടിലിലോ റോട്ടിലോ അല്ലെങ്കിൽ പിന്നെ വലിയ അപ്പാർട്ട്മെന്റിലോ എവിടെ ജീവിച്ചാലും ഒരു പ്രശ്നവുമില്ല. ബന്ധനവും സ്വാതന്ത്ര്യവും
നിങ്ങളുടെ ആന്തരികമായ അവസ്ഥകളാണ് എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇത് പറഞ്ഞു തരികയല്ല, ഇത് അറിയിച്ചു തരികയാണ്, അറിയുകയാണ്. നിങ്ങൾ കൊട്ടാരത്തിലോ കുടിലിലോ എവിടെ ജീവിച്ചാലും യു ആർ ഹാപ്പി, യു ആർ 100% ഫ്രീ. നിങ്ങൾ സന്തോഷത്തിലാണ്, നിങ്ങൾ പൂർണ്ണമായും ഫ്രീ ആണ്. അത് എങ്ങനെയാണ് എന്ന് തെളിയിച്ചു തരികയാണ് ഇവിടെ. നിങ്ങൾ വലിയ ജോലികൾ ചെയ്യുന്ന ആളാവാം, ചിലപ്പോൾ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളാവാം. അവിടെ ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങൾ ഈ ലോകത്തിൽ ആയിരിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. വി ഹാവ് ടു പ്ലേ അവർ റോൾസ്. നമ്മുടെ റോൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. സമ്പാദിക്കുക, ബന്ധപ്പെടുക, സേവനങ്ങൾ നൽകുക, ഇതൊക്കെ യെസ്, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുക എന്നതിന്റെ അർത്ഥം അതാണ്. അവ തടസ്സങ്ങളല്ല. നിങ്ങളുടെ സത്വം അതിൽ പറ്റിപ്പിടിക്കുമ്പോൾ മാത്രമേ അത് തടസ്സമായി മാറുന്നുള്ളൂ. നിങ്ങളുടെ ശരീരം ഉപയോഗിക്കുന്നതും നിങ്ങളുടെ റോള് ചെയ്യുന്നതും നിങ്ങൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നതും നിങ്ങൾ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും നിങ്ങളുടെ ബന്ധങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങൾ സേവനങ്ങൾ നൽകുന്നതും ഒന്നും തടസ്സമല്ല. നിങ്ങൾക്ക് തടസ്സമായി അത് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ സ്വത്വം അവയിൽ പറ്റിപ്പിടിക്കുമ്പോൾ മാത്രമാണ് അവ തടസ്സങ്ങളായി മാറുന്നത്. പ്രശ്നം എന്ന് പറയുന്നത് പ്രവൃത്തിയല്ല, പ്രവർത്തനങ്ങളോടുള്ള ആസക്തിയാണ്. ഞാനത് ചെയ്തേ പറ്റൂ, ഞാൻ അവനെ തോൽപ്പിച്ചേ പറ്റൂ, അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനെ മുൻകടന്നേ പറ്റൂ, ഞാൻ അവനെ മുമ്പിൽ ഓടിയെത്തിയേ പറ്റൂ, അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് പ്രവർത്തനങ്ങൾ അല്ല പ്രശ്നം, പ്രവർത്തനത്തോടുള്ള ആസക്തിയാണ്. നിങ്ങൾ മുൻകടന്ന് വന്നെ ഇപ്പൊ സൂം മീറ്റിംഗിൽ കണ്ടിട്ടില്ല, ചില ആൾക്കാർ ചാടിക്കയറി ചുമ്മാ ഇങ്ങനെ കൈവക്കി വെച്ചോണ്ടിരിക്കും. അത് അവരുടെ ടെൻഷനാണത്. ഞാൻ മുന്നിലേക്ക് കടന്നു വന്നെ ഇപ്പൊ ചോദിക്കണം, ഇപ്പൊ ഇതെന്തായാലും ചോദിക്കാനും പറ്റില്ല എന്ന് അവർക്കറിയാം, ചെയ്യാനും പറ്റില്ല എന്നറിയാം, എന്നാലും ചാടിക്കയറി ഇങ്ങനെ കൈ ഉയർത്തി വെക്കും. ആ പ്രവർത്തനത്തോടുള്ള ആസക്തിയാണ് പ്രശ്നം, പ്രവൃത്തിയല്ല. ലൈവായിട്ടാ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അവ തടസ്സങ്ങളല്ല. ഒരാളെ എനിക്ക് തോൽപ്പിക്കണം, എനിക്ക് മുൻകടന്ന് വന്നം, ആ പ്രവർത്തനത്തോടുള്ള ആസക്തി. ഒരാളെ എനിക്ക് ഓടിത്തോപ്പിക്കണം, അവന്റെ മുമ്പിലെത്തണം, മത്സരിക്കണം. ഈ മിഥ്യയായ മായയായ ഈ ലോകത്തിൽ ആകാതിരിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തിൽ ആകാതിരിക്കുക എന്നതിന്റെ അർത്ഥം അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കൈവശപ്പെടുത്താതെ ആസ്വദിക്കുക. പൂ പൂ അറുത്തെടുക്കാതെ അതിന്റെ സ്മെല്ല് ആസ്വദിക്കുക. അഹങ്കാരമില്ലാതെ വിജയിക്കുക. തകർച്ചയില്ലാതെ പരാജയപ്പെടുക. പരാജയപ്പെട്ടോട്ടെ, തകർച്ചയില്ല അവിടെ. പരാജയപ്പെട്ട എന്നാ പ്രശ്നം? നമ്മളിവിടെ ഒന്നും തെളിയിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലെന്ന്. എന്തെങ്കിലും തെളിയിക്കാൻ വേണ്ടി വന്നതാണെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. പരാജയപ്പെട്ടാൽ തകർച്ചയില്ല അവിടെ, പരാജയപ്പെട്ടു, ദാറ്റ്സ് ഓൾ. ലോകത്തിൽ, ഈ മായയായ മിഥ്യയായ ലോകത്തിൽ നിങ്ങൾ ആകാതിരിക്കുക എന്നതിന്റെ അർത്ഥം അഹങ്കാരം, ഞാൻ വിജയിക്കണം, ഞാൻ തന്നെ വിജയിക്കണം എന്ന അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒന്നും കൈവശപ്പെടുത്താതെ ആസ്വദിക്കുക, അത്. അഹങ്കാരമില്ലാതെ വിജയിക്കുക. വിജയിക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരു കാര്യം, ഒരാൾ നമ്മുടെ ഒരു സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി നോക്കുവാണ്, നമ്മൾ പൂട്ടുന്നില്ല, ഓരോ ദിവസവും നമുക്ക് വളർച്ചയാണ്, അവിടെ നമുക്ക് അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല.
ഒന്നും കൈവശപ്പെടുത്താതെ അതിനെ ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പം പരാജയപ്പെട്ടു, തകരാൻ പാടില്ല. പരാജയപ്പെട്ടോട്ടെ. വി ആർ ഇൻ ഓട്ടോ മോഡ്. നമ്മളൊരു ഓട്ടോ മോഡിലാണ്. നിങ്ങൾക്ക് ഭയമാണ്, ഇത് തകർന്നു പോകുമോ, തകർന്നു പോകുമോ? ഇല്ല. നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ആന്തരികമായി നിങ്ങൾ സ്വതന്ത്രരാവുകയാണ് അവിടെ. അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ, കൈവശപ്പെടുത്താതെ ആസ്വദിക്കുമ്പോൾ, അഹങ്കാരമില്ലാതെ വിജയിക്കുമ്പോൾ, തകർച്ചയില്ലാതെ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരായി തുടരുകയാണ് അവിടെ. ഇതിനെയാണ് നമ്മൾ വേർപിരിഞ്ഞ ഇടപെടൽ എന്ന് വിളിക്കുന്നത്. വേർപിരിഞ്ഞ ഇടപെടൽ, അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഇടപെടൽ. വേർപിരിഞ്ഞ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത, പോസസീവ്നെസ് ഇല്ലാത്ത ഇടപെടൽ. അതിന് നമ്മൾ ആന്തരികമായ സാക്ഷ്യത്തിന്റെ ഒരു ആർട്ട്, ആന്തരികമായ സാക്ഷ്യത്തിന്റെ ഒരു ആർട്ടാണ് നമ്മൾ പഠിക്കുന്നത്, ഒരു കല. അതിന് എല്ലാവർക്കും അത് പഠിക്കാൻ പറ്റില്ല. അത് ചൂസ് ചെയ്ത ആളുകൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് ആര് ചൂസ് ചെയ്യുന്നു എന്ന് അറിയില്ല. സംബഡി ഈസ് ചൂസിങ്. ആരോ തെരഞ്ഞെടുക്കുകയാണ്. അല്ലാത്തവർക്ക് ഇത് പറഞ്ഞാലും മനസ്സിലാവില്ല. എന്തോ ഒരു പുള്ളി എന്തൊക്കെയോ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അത്രയേ മനസ്സിലാവുള്ളൂ. ഇതിന്റെ മൂന്ന് തരം ആളുകളാണുണ്ട്. ഒന്നും മനസ്സിലാകാത്തവർ, ഈ പറയുന്നതിനെ കുറിച്ച് ഒരു കാര്യം എത്ര മണിക്കൂർ ഇരുന്നത് കേട്ടാലും ഇതെന്താണ് എന്ന് മനസ്സിലാവാത്തവർ. രണ്ടാമത്തെ വിഭാഗം പകുതി മനസ്സിലാവുന്നവർ. അവരാണ് ഏറ്റവും ഡേഞ്ചർ. അവരാണ് ഏറ്റവും വിമർശനാത്മകമായി ഇതിനെ കാണുന്നവർ. അവർക്ക് പകുതി മനസ്സിലാവും, അവർ ആത്മാവിന്റെ ശബ്ദത്തെ കേൾക്കുകയില്ല. അവരാണ് ഏറ്റവും അപകടകാരികൾ. മറ്റൊരിത് വിട്ടിട്ട് പോവും, നമുക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ചിട്ട്. ഈ പകുതി മനസ്സിലായവരുടെ കുഴപ്പം, എന്തോ ഇതിനകത്ത് രഹസ്യമുണ്ട്, എനിക്കിത് പിടിക്കാൻ പറ്റണല്ലോടാ, ഇവന്റെ കയ്യിൽ എന്തോ സീക്രട്ട് ഉണ്ടല്ലോ. അവരാണ് ഏറ്റവും അപകടകാരികൾ. പകുതി മനസ്സിലായ ആള് എന്തോ പറയുന്നത് എന്തൊക്കെ ഉണ്ട്, പക്ഷെ എന്താണെന്ന് പൂർണ്ണമായിട്ടും ബാക്കിയുള്ള ആളുകൾ ചൂസൺ ആണ്. ആർക്ക് നിർബന്ധിച്ച് ഇത് കൊടുക്കാൻ പറ്റില്ല. പറ്റില്ല. സാക്ഷ്യം നൽകുന്നത് ദൂരമാണ്, ദൂരം. നിങ്ങളൊരു വലിയ പ്രപഞ്ചത്തിൽ മാറി നിന്നിട്ടുള്ള ദൂരം നിങ്ങൾ കാണുകയാണ്. അവിടെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ചിന്തകളെ നിങ്ങൾ കാണുകയാണ്, ദൂരെ നിന്ന്. ദൂരെ നിന്ന്, അടുത്തല്ല, ദൂരെ നിന്ന് നിങ്ങൾ ചിന്തകളെ കാണുകയാണ്. നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ആ വികാരങ്ങളെ ദൂരെ നിന്ന് കാണുകയാണ്, ദൂരെ നിന്ന്. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തികൾ നിങ്ങൾ ദൂരെ നിന്ന് കാണുകയാണ്. സാക്ഷ്യം നൽകുന്നത് ദൂരമാണ്. ആ ദൂരം നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെ സൃഷ്ടിക്കുന്നു. എത്രത്തോളം നിങ്ങൾ ദൂരെയാണോ അത്രത്തോളം സ്വാതന്ത്ര്യത്തിലാണ് നിങ്ങൾ. നിങ്ങളുടെ ശരീരവും മനസ്സും പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന ചിന്തകൾ, അനുഭവിക്കുന്ന വികാരങ്ങൾ, പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ സാക്ഷ്യം വഹിക്കുന്ന ദൂരത്തിൽ നിന്നാണ്. ആ ദൂരം എത്രത്തോളമാണ്, ആ ദൂരമാണ് സ്വാതന്ത്ര്യം. നിങ്ങൾ ജീവിക്കുന്നത് അവിടെ നിർത്തുന്നില്ല. അത് ചുമ്മാ ഈ അർദ്ധസത്യം മനസ്സിലാക്കിയ ആളുകൾ പറയുന്നതാണ്. നിങ്ങൾ ജീവിക്കുന്നത് നിർത്തുന്നില്ല, നിങ്ങൾ കുടുങ്ങി പോകുന്നതാണ് നിർത്തുന്നത്. നിങ്ങളുടെ കുടുക്കിൽ നിന്ന് ദൂരം. നിങ്ങളുടെ കുടുക്കാണ് ഇതെല്ലാം. എന്തിൽ നിന്നാണ് ദൂരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുക്ക്, നിങ്ങളുടെ ചങ്ങലകളിൽ നിന്നും ദൂരം, നിങ്ങളുടെ ജയിലിൽ നിന്നും ദൂരം. നിങ്ങളുടെ ചങ്ങലകളാണ് ചിന്തിക്കുന്ന ചിന്തകൾ. അതിന് ദൂരെ മാറി നിന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം, സാക്ഷ്യം വഹിക്കണം. യു മസ്റ്റ് ബി. ആ, നിങ്ങളൊരു നിരീക്ഷകനായി മാറണം. ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾ നിങ്ങളുടെ കുടുക്കാണ്. അത് മാറി നിന്ന് കീപ് ഡിസ്റ്റൻസ്, അത് കാണണം. അനുഭവിക്കുന്ന വികാരങ്ങൾ, ഫീലിങ്ങുകൾ നിങ്ങളൊന്ന് മാറി നിന്ന് വീക്ഷിക്കണം. പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തികൾ, ഞാൻ ശരിയാണോ ചെയ്യുന്നത്, തെറ്റാണോ ചെയ്യുന്നത്, നന്മയാണോ ചെയ്യുന്നത്, ഞാൻ ദൈവികമായാണോ പ്രവർത്തിക്കുന്നത്, മാറി നിന്ന് കാണണം. മനസ്സിന്റെ കൂടെ ഓടരുത്.
അവിടെ നിങ്ങൾ ജീവിക്കുന്നത് നിർത്തുന്നില്ല. നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങൾ നിർത്തുന്നില്ല, നിങ്ങൾ കുടുങ്ങിപ്പോകുന്നത് നിർത്തും. ദൈനംദിനമായ നിങ്ങളുടെ ജീവിതം ഒരു 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 ഓട്ടോമാറ്റിക്കായി ഒരു പരിശീലനമായി മാറുകയാണ് അവിടെ. നിങ്ങൾക്ക് സംഘർഷം വരുമ്പോൾ നിങ്ങൾ ഉടനെ സമർപ്പണത്തിലോ അവബോധത്തിലാവുകയാണ്. നിങ്ങൾക്കൊരു വലിയ വിജയം വരുമ്പോൾ ഓക്കെ, നിങ്ങൾ വിനയം വരികയാണ്. നിങ്ങൾക്ക് വിനയം വരികയാണ്. വിജയം വരുമ്പോൾ ഇത്ര നാളും ഞാൻ നേടി എന്ന അഹങ്കാരമായിരുന്നു എങ്കിൽ, നിങ്ങൾക്ക് വിജയം വരുമ്പോൾ നിങ്ങൾ വിനയം വരികയാണ് അവിടെ. കണ്ടോടാ ഞാൻ വിജയിച്ചത് എന്ന് ആരോടും നിങ്ങൾ ചോദിക്കുന്നില്ല. ശരി, പരാജയം വന്നു. പരാജയം വന്നാൽ ഉടനെ തന്നെ സമർപ്പിച്ച് കീഴടങ്ങുകയാണ്. ഓക്കെ, പരാജയപ്പെട്ടോട്ടെ, ഡോൺ വറി. എന്നാ പ്രശ്നം? പരാജയം വന്നോട്ടെ. നമ്മുടെ ദിനചര്യ മുഴുവൻ ഒരു സാന്നിധ്യമായി നമ്മൾ മാറുകയാണ്. ഇത് നിങ്ങളുടെ ആശ്രമമാണ്. നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ആശ്രമം. നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ആശ്രമം. അല്ലാതെ ഏതെങ്കിലും കാട്ടിലും മലയിലൊന്നും അല്ല. അതൊക്കെ നമുക്കൊരു ഒരു നമ്മുടെ ശരീരത്തിന് ഒരു പ്രാക്ടീസിന് വേണ്ടി മാത്രം നമ്മൾ നിർമ്മിക്കുന്നതാണ് അതെല്ലാം. ഏറ്റവും അഡ്വാൻസ്ഡ് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ അഡ്വാൻസ്ഡ് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മഹർഷിമാരാണ് നിങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധന്മാരാണ് നിങ്ങൾ. പഴയ കാലത്തിലെ വിശുദ്ധന്മാരെക്കാൾ മോസ്റ്റ് പവർഫുൾ ആണ് നിങ്ങൾ. കാരണം നിങ്ങൾ യു ഹാവ് അഡ്വാൻസ് ടെക്നോളജി. നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അന്ന് പണ്ട് കാലങ്ങളിൽ ഇത് ആസ്വദിക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ മലകൾ കയറി പോകണമായിരുന്നു. എല്ലാം ഉപേക്ഷിച്ച് പോകണമായിരുന്നു. ഇത് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം. നിങ്ങൾ ബന്ധപ്പെടുന്ന ഓരോ ആളുകളും നിങ്ങളുടെ ആശ്രമത്തിലെ അധ്യാപകരാണ്. നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ, മക്കള്, പുറത്തുള്ള ആളുകൾ, നിങ്ങളുടെ ശത്രുക്കള് എല്ലാം. ഓരോ പ്രശ്നങ്ങളും നിങ്ങളുടെ പാഠങ്ങളാണ്. അതെല്ലാം വന്നോട്ടെ. നിങ്ങളുടെ ദൈനംദിന നിമിഷങ്ങൾ നിങ്ങളുടെ പരിശീലനമാണ്. നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഓരോ സംഘർഷവും അവബോധമാണ്. ഇവിടെ ഇരുന്നാൽ മനസ്സിലാവും. 21 ഡേയ്സ് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. നിങ്ങൾ ആദ്യമായിട്ട് കയറുന്ന ആളായിക്കൊള്ളട്ടെ, 21 ദിവസം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും യു ആർ ചൂസൺ എന്ന്. നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ക്ഷമയോടുകൂടി പൂർണ്ണമായും സറണ്ടർ ചെയ്ത് സമർപ്പിച്ച് നിങ്ങൾ 21 ദിവസം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്താണ് എന്ന്. നിങ്ങളുടെ ജീവിതം തന്നെ ആ ഒരു ആശ്രമമായി മാറും. ഈ കാണുന്ന മുഴുവൻ ആളുകളും ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ അധ്യാപകരായി മാറും. എല്ലാ പ്രശ്നങ്ങളും, എന്ത് പ്രശ്നം വന്നാലും അത് നിങ്ങളുടെ പാഠങ്ങളായി മാറും. നിങ്ങളുടെ ജീവിതത്തിലിട്ടൊന്ന് ഇറങ്ങി ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നതും ചലിക്കുന്നതും ജോലി ചെയ്യുന്നതും സംസാരിക്കുന്നതും കഴിഞ്ഞ 3-4 മാസമായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ഉള്ളിൽ ഒരു നിശ്ചല കേന്ദ്രം ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ നിശ്ചലമായി ഓട്ടോ മോഡിലിട്ട് നിങ്ങൾ സ്വയം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നിങ്ങളുടെ ദൈനംദിന ജീവിതം നിങ്ങളൊന്ന് ദൃശ്യവൽക്കരിച്ച് നോക്കി നിങ്ങൾ. ഇതാണ് യഥാർത്ഥ വിഷ്വലൈസേഷൻ, മറ്റതല്ല. ദിസ് ഈസ് വിഷ്വലൈസേഷൻ. ഇതാണ് വിഷ്വലൈസേഷൻ. നിങ്ങളൊന്ന് ദൃശ്യവൽക്കരിച്ച് നോക്കുക നിങ്ങളുടെ ജീവിതം. നിങ്ങൾ ചലിക്കുന്നതും ജോലി ചെയ്യുന്നതും സംസാരിക്കുന്നതും എല്ലാം മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളില് ഒരു സാക്ഷിയായ ഒരു നിശ്ചല കേന്ദ്രം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ജീവിതം അതിന് ചുറ്റും ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തൊടാൻ പറ്റുന്നില്ല. നിങ്ങളെ തൊടാൻ ആ സൂക്ഷ്മ ശക്തികൾക്ക് കഴിയുന്നില്ല. ചുമ്മാ ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ തോണ്ടി പാനേ പറ്റുന്നുള്ളൂ. അതും പുറത്തു നിന്ന്. അകത്തേട്ട് കയറാൻ പറ്റുന്നേ ഇല്ല അവർക്ക്. അവർ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അകത്തേട്ട്
കയറാൻ ശ്രമിക്കുന്നില്ല. ചിലപ്പോ ഒന്ന് തോണ്ടിപ്പാനൊക്കെ പറ്റും. അതിനപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയൂല. നിങ്ങൾ തൊടാൻ കഴിയാത്ത തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ്. നിങ്ങളുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്ന് മാത്രമാണ് മറുഭാഗം നോക്കുന്നത്. നിങ്ങളുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട്. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, ഈ ഹ്യൂമൻ ടെക്നോളജി, നമ്മുടെ ധർമ്മങ്ങളെല്ലാം പഠിപ്പിച്ചിരുന്ന യഥാർത്ഥ ഹ്യൂമൻ ടെക്നോളജി ജീവിതത്തെ നിരസിക്കുന്നില്ല. ഈ ടെക്നോളജി നിങ്ങളുടെ ഉള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്ത ഒരു സുരക്ഷിതമായ ഒരു ഒരു കവചം നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാതെ. ഇന്നിപ്പോ ദിനേശ് സാറ് പറഞ്ഞില്ലേ, അതായത് നിങ്ങൾക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും നിങ്ങളുടെ ലോജിക്കിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. യഥാർത്ഥ ആത്മീയത ജീവിതത്തെ നിരസിക്കുന്നതല്ല, അതിനെ പവിത്രമാക്കുന്നതാണ്. അതിനെ പവിത്രമാക്കുന്നതാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ മായാലോകത്തിൽ ജീവിക്കുമ്പോൾ അതിലാകാതെ നിൽക്കുന്ന ആർട്ട് ഫോമാണ് ഹ്യൂമൻ ടെക്നോളജി. ആർട്ട് ഫോം. നമ്മുടെ രണ്ട് യൂണിവേഴ്സിറ്റികൾ ഇതിനെ ഒരു സ്കിൽ ഡിപ്ലോമയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഒന്ന് UP-യിലെ ഗ്ലോക്കൽ യൂണിവേഴ്സിറ്റി, ഒന്ന് മായാവതി യൂണിവേഴ്സിറ്റി, അല്ലെ? രണ്ട് യൂണിവേഴ്സിറ്റികൾ ഈ ഇതിനെ നമ്മുടെ ഈ പഠനത്തെ അംഗീകരിച്ചിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ മിക്കവാറും ഫെബ്രുവരിയിലെ പ്രോഗ്രാമിന്, ഒന്നിന്റെ പ്രോഗ്രാമിന് അവിടെ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇത് അവർ ഇത് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയേ അല്ലിത്. എനിക്ക് വിമർശകരോട് പറയാനുള്ളത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാമേ അല്ലിത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ. പലരും അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം അല്ല ഇത്. ഞാൻ ഈ കൂടെ നടക്കുന്ന ആളുകളോടല്ല പറഞ്ഞത്. പുറത്തു നിന്ന് ആരെങ്കിലും കേൾക്കുമ്പോൾ എന്താണ് എന്ന് അവരോടാണ് ഞാൻ പറഞ്ഞത്. അവരതാണ് ഇതാണ്, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വേറെ ഉണ്ട്, അങ്ങനത്തെ ഒരു പ്രോഗ്രാം വേറെ ഉണ്ട്, ഇത് വേറെ ഉണ്ട്. അതൊന്നുമല്ല ഇത്. ഈ വഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നതിന്, വിജയത്തിന് നിങ്ങളെ ലഹരി പിടിപ്പിക്കാൻ കഴിയില്ല, പരാജയത്തിന് നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല, പ്രശംസയ്ക്ക് നിങ്ങളെ ഊതിപ്പെരിപ്പിക്കാൻ കഴിയില്ല, കുറ്റപ്പെടുത്തലിന് നിങ്ങളെ കാറ്റുപോകാനും കഴിയില്ല. ഒരിക്കലും അല്ലിത്. മൈൻഡിന്റെ ഒരു പ്രോഗ്രാമേ അല്ലിത്. മൈൻഡ് പ്രോഗ്രാം വേറെ ഉണ്ട്. നമുക്ക് രണ്ട് പ്രോഗ്രാമിന് അപ്രൂവൽ ഉണ്ട്. ഒന്ന് മൈൻഡ് മാപ്പിംഗ് ടെക്നോളജി, ഒന്ന് ഹ്യൂമൻ മൈൻഡ് ഫിലോസഫി. ആ ആ ഇതിൽ വരുന്ന സംഭവമാണിത്. രണ്ടും തമ്മിൽ വലിയ ദൂരമുണ്ട്. അതെല്ലാം ബ്രാഞ്ചസ് ആണ്, അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. കൗൺസിലിംഗ്, സൈക്കോളജികള്, EFT, NLP, ഹിപ്നോട്ടിസം, മെസ്മർ, എല്ലാം ബ്രാഞ്ചസ് ആണ്. സോ ആ ബ്രാഞ്ചസ് വേണ്ടവർക്ക്, ആ അറിവ് വേണ്ടവർക്ക് അറിവ് പഠിക്കാം. മരത്തെ മൊത്തമായി വേണ്ടവർക്ക് ഇതും പഠിക്കാം. ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വിജയത്തിനും നിങ്ങളെ ലഹരി പിടിപ്പിക്കാൻ കഴിയില്ല. വിജയം പലതും ഉണ്ടാവും.
പല വിജയങ്ങളും പല മിറാക്കിളും പല അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനൊന്നും നിങ്ങളെ ലഹരി പിടിപ്പിക്കാൻ കഴിയില്ല. എത്ര കൂളായിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. ആരും എക്സൈറ്റഡ് അല്ല. കാരണം തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എക്സൈറ്റഡ് ആവരുത്. വിജയത്തിന് ഒരിക്കലും നിങ്ങളെ ലഹരി പിടിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ അങ്ങനെ ഓക്കെ കിട്ടി, ഓക്കെ സന്തോഷം. ഒരു പരാജയത്തിന് നിങ്ങളെ ഇനി ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെ ആരിലും വന്ന് കുറെ പ്രശംസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നിങ്ങളെ ഊതി വീർപ്പിക്കാൻ കഴിയില്ല. ആരെങ്കിലും നിങ്ങളെ വന്ന് കുറെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റ് പോയി ഒന്നുമില്ലാതായി പോവാനും കഴിയില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് ഇതിന്റെ പ്രത്യേകത. പുറമേ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാകും. പുറമേ പല ശബ്ദങ്ങളും പലതും പലതും ഉണ്ടാവും. ഒരു ചന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. വലിയ ഒച്ചപ്പാടും ബഹളമുള്ള ഒരു ചന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരു ജ്ഞാനിയുടെ നിശബ്ദതയിലാണ്. അതാണ് ജീവിതം. അവിടെ നിങ്ങൾ പവിത്രമാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാന് തുടക്കത്തിലും ഇടയ്ക്കിടയ്ക്കും ഞാൻ ഇവിടെ പറയുന്നത്, ഈ പ്രോഗ്രാം ആരെയും വാഗ്ദാനങ്ങൾ നൽകിയോ ഭീഷണിപ്പെടുത്തിയോ നിർബന്ധിച്ചോ കൊണ്ടുവരുന്നതല്ല. അങ്ങനെ ഒരാളെ പോലും കൊണ്ടുവന്നിട്ടില്ല. ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഫീഡ്ബാക്ക് പറയണം എന്ന് പറഞ്ഞ് ഒരാളെ പോലും നമ്മൾ ഫീഡ്ബാക്ക് പറയിച്ചിട്ടില്ല. നിങ്ങൾ ഫീഡ്ബാക്ക് പറ, ഇല്ലെങ്കിൽ നിങ്ങളുടെ തല പൊട്ടി തെറിച്ചു പോകും എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നിശ്ചിതമായ ഒരു ഫിക്സഡ് ആയ ഒരു ഫീസ് വച്ച് ആ ഫീസ് തന്നെ തന്നാലേ നിങ്ങൾ ഈ കോഴ്സിന് ചേർക്കോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും നിർബന്ധം പിടിച്ചിട്ടില്ല. ഇതൊരാകർഷണം തോന്നി വന്നതാണ്. ഇവിടെ കയറി ഇരുന്നപ്പോ എന്തോ ഇവിടെ ഉണ്ട് എന്ന ആകർഷണം തോന്നി. അത് ഓട്ടോമേഷന്റെ ഭാഗമാണ്. ഓടിത്തളർന്ന ഒരു കാറ് ഇനി ഇങ്ങനെ ഓടാൻ പറ്റൂല, ഈ ഗിയറും ക്ലച്ചും ബ്രേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി 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 ഓടാൻ പറ്റൂല എന്ന് വിചാരിച്ച് സർവീസിന് കൊണ്ടുവന്നാണ്. ഇവിടുന്ന് നല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഓട്ടോമേറ്റഡ് സിസ്റ്റം ഘടിപ്പിച്ച് ചുമ്മാ കൂളായിട്ട് ഇരുന്നാൽ മതി, ഓടിക്കുക പോലും വേണ്ട ഈ വണ്ടി. ടെസ്ലയുടെ ടെസ്ലയുടെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് കാറിനേക്കാൾ അഡ്വാൻസ്ഡ് കാറായിട്ടാണ് ഇവിടുന്ന് ഇറങ്ങി പോണത്. 100% ഞാൻ പറയും, ഒരു വർഷം ഈ പ്രോഗ്രാമിൽ ഇരുന്ന ഒരാള് മാനുവൽ സിസ്റ്റത്തിൽ നിന്നും അയാൾ പോലും അറിയാതെ ഒരു ഡ്രൈവർലെസ് കാറിലായിരിക്കും യാത്ര ചെയ്യുന്നത്. അയാൾക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യം ഉണ്ടാവില്ല. കൂൾ. ഒരു ഡ്രൈവറുടെയും ജീവിതത്തിൽ ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഒന്നായി നിൽക്കുന്നത്. ഓട്ടോമോഡ്. ഈ ഓട്ടോമോഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓട്ടോമോഡ്, അതായത് കാറിൽ ഡ്രൈവർ പോലും വേണ്ട. ഈ കാറിന്റെ പ്രത്യേകത ലോകം മുഴുവൻ സഞ്ചരിക്കാം, ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കാം, ഡ്രൈവർ വേണ്ട. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ നാടും വിട്ടുപോലും പോവാൻ സമ്മതിക്കൂല. എന്തിന്? നിങ്ങളുടെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കൂല. മാനുവൽ മോഡിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്താൽ മാനുവൽ മോഡിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്താൽ
നിങ്ങളുടെ ആ ഒരു കുടുംബത്തിന്റെ കഷ്ടപ്പാടുണ്ടല്ലോ, അത് വിട്ട് അപ്പുറത്തേട്ട് ചിന്തിക്കാൻ നിങ്ങളുടെ ശരീരത്തെ സമ്മതിക്കില്ല, നിങ്ങളുടെ മനസ്സിനെ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് അറിവ് നൽകുന്ന ഒരു പ്രോഗ്രാം അല്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇത് അറിവ് കിട്ടാൻ, ഇത് സമാധാനം നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇന്നർ പീസ്, നിങ്ങളുടെ മനസമാധാനം. ഞാൻ എത്ര മാസമായി രാവിലെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇത് ആരെങ്കിലും എനിക്ക് ഈ രാവിലത്തെ പ്രോഗ്രാമിന് വന്നിരിക്കുന്നതിന് 1 രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ 1 രൂപ പോലും ഈ രാവിലത്തെ പ്രോഗ്രാമിന് വന്നിരിക്കുന്നതിന് വാങ്ങിയിട്ടില്ല. ഇതിലിരുന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം അപര്യാപ്തത കണ്ടെത്താൻ കഴിയും. പിന്നെ ഞാൻ എൻ്റെ സർവീസ് ചെയ്യുന്നതിന് ഒരു അഡ്വാൻസ് ഒരു ഫീസ് ഈടാക്കുന്നുണ്ട്. ഞാനിത് ഒളിച്ചു വെച്ചിട്ടൊന്നുമല്ല ചെയ്യണത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ പോലെ തന്നെ ഇത് പ്രചരിപ്പിക്കുന്ന പലരും ഇന്ന് സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അവരെല്ലാം നമ്മൾ ബഹുമാനത്തോടു കൂടി തന്നെ കാണുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇത് സ്വാഭാവികമായി വിരിഞ്ഞു വരുന്നതാണ്. പലരും ഈ പ്രചരണത്തിന് ശക്തി നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, എസ് നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ഈ വഴിയിൽ വന്നത്. ഇപ്പൊ ഞാൻ ഇതിനെ ഇത് ചെയ്യാണ്, ഫോളോ ചെയ്യാണ്. ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞു. ഫേമസ് ആയ ഒരാളാണ്. പക്ഷെ ഞാൻ 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 വിചാരിക്കുന്നത്, ഓക്കെ, അവിടെയൊക്കെ നമ്മൾ അദ്ദേഹം തന്നെ എന്നോട് പറയാണ്, ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഈ സൂക്ഷ്മ ശക്തികളെയാണ്. ഈ കൂടെ വരുന്ന ആളുകളെ ഇത്രയും നാളും ഈ കിണറ്റി കിടന്ന ഒരു ഞണ്ട് മറ്റു ഞണ്ട് രക്ഷപ്പെടുന്നതിന് മുമ്പ് ഇറുക്കി താഴേട്ട് വലിച്ചു ചാടിക്കുന്നത് പോലെ ചാടിക്കും. അവരതിനു വേണ്ടി എന്ത് റിസ്ക് എടുക്കും, മണിക്കൂറുകൾ ചെലവഴിക്കും. ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള നമ്പർ കണ്ടെത്തി ആ നമ്പറുകളിലിട്ട് മെസ്സേജുകൾ അയക്കും. അപ്പോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും? നേരെ പോയിട്ട് റുബീന മാമിന്റെ അടുത്ത് പരാതി പറയുമോ, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ചെയ്യുമോ? അല്ല, അതല്ല ചെയ്യേണ്ടത്. ഞാൻ ശരിയായ വഴിയിലാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ ശരിയായ വഴിയിലാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്ന് നിങ്ങൾ റിപ്ലൈ കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിങ്ങോട്ട് അറിയിക്കേണ്ട ഒരു കാര്യമില്ല. അവ നിങ്ങളെയാണ് നോട്ടമിടുന്നത്, നമ്മളെയല്ല. നമ്മളെ വീഴിക്കാൻ പറ്റൂല എന്ന് അറിയാം. നിങ്ങളിൽ ഒരാളെങ്കിലും എന്നാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, നിങ്ങളിൽ ഒരാളെങ്കിലും എന്നാണ് പറയുന്നത്, ഒരാളെങ്കിലും. അത് അവര് പോലും ബോധപൂർവം പറയുന്നതല്ല, അത് അവരെ കൊണ്ട് സൂക്ഷ്മ ശക്തി ആ തലത്തിൽ നിന്ന് അത് പറയിപ്പിക്കുന്നതാണത്. ഒരാളെങ്കിലും. ഇവിടെ ആരും എന്നെ പൂജിക്കുന്നില്ല, ആരും എന്നെ ആരാധിക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ്. സ്നേഹം പൂജയല്ല, സ്നേഹം ആരാധനയല്ല. റെസ്പെക്ട്. ഭൂമിയെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭൂമിയെ ആരാധിക്കുകയെന്ന്. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്, ഒരിക്കലുമല്ല. ഒരിക്കലുമല്ല. 100% ഇവിടെ ഇരിക്കുന്നവർക്കറിയാം ഞാനല്ല രക്ഷിതാവ് എന്ന്, ഞാനല്ല ഈശ്വരൻ എന്ന് എല്ലാവർക്കും അറിയാം. 1% പോലും അതിനകത്ത് സംശയമില്ല. പക്ഷേ
എന്നെ എന്നെ കാണുന്ന ആ ഒരു മാറ്റം, എന്നിലൂടെ അറിഞ്ഞ ഒരു മാറ്റമുണ്ട് അവർക്ക്. അതാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് കാണുമ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നും, എന്താണ് ഈ എസ് എമ്മിന് പൂജ ചെയ്യുവാണോ ആൾക്കാര്? എസ് എം അല്ല. അത് നിങ്ങൾ പുറത്ത് നിൽക്കുന്നവരുടെ തെറ്റിദ്ധാരണയാണ്. പുറത്ത് നിൽക്കുന്ന ആളുകളുടെ തെറ്റിദ്ധാരണയാണത്. കറക്റ്റ്. തോന്നിയാസം. തോന്നിയാസം എന്ന് അതിന് പറയാ. തോന്നിയാസം, അത് അവരുടെ തോന്നലുകളാണത്. ആ തോന്നലുകൾക്കാണ് തോന്നിയാസം. കറക്റ്റ്. ഇവിടെ ഒരു വ്യക്തിപരമായ പൂജയില്ല. ഇവിടെ ഇവിടെ ഒരു പൂജയോ ആരാധനയോ ആരാധനാ കർമ്മങ്ങളോ ഒന്നുമില്ല. അവർക്കറിയില്ല. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. പൂർണ്ണമായിട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിന് ആ രീതിയിൽ നിങ്ങളെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് പറയുക. അവർ ബ്ലോക്ക് ചെയ്ത് കളയുക. കോട്ട കെട്ടി സംരക്ഷിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു കോട്ട കെട്ടി, ഈ ഒരു 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 ജ്ഞാനം നിങ്ങളിലേക്ക് വന്നതിന് ശേഷം, ഒരു ജ്ഞാനം നിങ്ങളിലേക്ക് വന്നതിന് ശേഷം നിങ്ങളൊരു കോട്ട കെട്ടുക. ഒരു കോട്ട ഓൾറെഡി നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ആ കോട്ടയുടെ പേരാണ് എസ് എം. ഇതൊന്നും പറയാൻ എനിക്കൊരു മടിയില്ല. ഒരു കോട്ട നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. എന്നെ താണ്ടി വരാൻ കഴിയില്ല. പിന്നെയുള്ള ഒരു മാർഗം പുറകിലൂടെ വരിക എന്നുള്ളതാണ്. അത് നിങ്ങളിലൂടെയാണ് വരിക. പുറകിലൂടെ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളിലൂടെയാണ് വരിക. അത് മുമ്പിൽ നിൽക്കുന്ന എന്നിലൂടെ വരാൻ കഴിയില്ല. നിങ്ങളിടയ്ക്ക് പുറകോട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നാലു വശത്തിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കും. ആ ഗ്യാപ്പിലൂടെ നിങ്ങളിലേട്ടാണ് അത് വരിക. ഇവിടെയാണ് നിങ്ങൾ നിങ്ങൾ സ്വയം പര്യാപ്തമാവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു ന്യൂട്രൽ എനർജി എക്സ്ചേഞ്ച്, അത് മാത്രമാണ് നടക്കുന്നത്. ഒരു തവണ ഇതിൽ വന്നതിന് ശേഷം നിങ്ങൾ വീണു പോകരുത്. ഇതെന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ ആ ഈശ്വര ബന്ധം ഇപ്പൊ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ദൈവീകമായ ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾ പടച്ചോനുമായിട്ടുള്ള ബന്ധം, നിങ്ങൾ ഏത് ഭാഷ പറഞ്ഞാലും ആ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ റിലേഷൻഷിപ്പ് മോശമാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വയം കൈകാര്യം ചെയ്യണം അതിനെ. ഇന്ന് എന്തെല്ലാം മാർഗമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് കളയാം, നമ്പർ റിപ്പോർട്ട് അടിച്ച് കളയാം, നിങ്ങൾക്ക് എന്തും ചെയ്യാം. പേഴ്സണലായി ഒരാൾ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ റിമൂവ് ഹിം. 100% നിങ്ങൾക്ക് കാലാകാലത്തായിട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് കളയാം. അല്ലാതെ അതും വെച്ച് ആശങ്കപ്പെട്ടിരുന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ സ്വീകരിക്കുക, ആവശ്യമില്ലാത്തതിനെ തള്ളിക്കളയുക. അത്രേ ഉള്ളൂ. ഇവിടെയും നമ്മൾ പറയുന്നത് ആവശ്യമുള്ളവർ സ്വീകരിച്ചാൽ മതി, ആവശ്യമില്ലാത്തവർ തള്ളിക്കളഞ്ഞട്ടെ. എന്തിനാണ് ഇതിനകത്തേട്ട് ഇടിച്ചു കയറി വരുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ? അവിടെയാണ് ആ പ്രപഞ്ച സത്യം പാതി മനസ്സിലായിട്ടുണ്ട്, പാതിയേ മനസ്സിലായിട്ടുള്ളൂ. ആ പാതി മനസ്സിലായത് സത്യമാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കുകയാണ്. അത് ചിലപ്പോൾ ഈ ജന്മത്തിൽ നേരെയാക്കാൻ ചിലർക്കൊക്കെ പറ്റും, ചിലർക്ക് പറ്റൂല. പൂർണ്ണമായി പറ്റിയ ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ വീണു പോകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണ്.
നിങ്ങൾ ഇവിടുന്ന് നേടിയതെല്ലാം കൊണ്ടുപോകുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണ്. ആരെങ്കിലും അത് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ അത് കഴിയുകയും ചെയ്യുള്ളൂ. എനിക്ക് കഴിയൂല നിങ്ങളെ തടഞ്ഞു നിർത്താനൊന്നും. എനിക്ക് എൻ്റെ കാര്യം അറിയാം. നിങ്ങൾ കൂടെ നിന്നാൽ നിങ്ങളുടെ കാര്യം അറിയാം. ഒരു സംശയമില്ല അതിനകത്ത്. നിങ്ങൾക്ക് ഒരല്ലലും ഉണ്ടാവില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല ജീവിതത്തിൽ. പക്ഷെ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഇത്തരം ഘടകങ്ങളിൽ ഒന്നിലും നിങ്ങൾ വീണു പോകരുത്. ഒരാൾ പോലും നമുക്ക് കുറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇടയ്ക്ക് വല്ലപ്പോഴും വന്ന് കയറുന്ന ആളുകളല്ലാതെ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ വച്ചുകൊണ്ട് വന്ന ആളുകൾ, എന്തോ പ്രതീക്ഷകൾ വച്ചുകൊണ്ട് വന്ന ആളുകളുമല്ലാതെ, ഈ സത്യസന്ധമായി ഇതിനെ ഉൾക്കൊണ്ട ആളുകൾ, അല്ലാത്തവരൊക്കെ പോയിട്ടുണ്ടാവും, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇതിനെ ഉൾക്കൊണ്ട ഒരാൾ പോലും ഇത് ഉപേക്ഷിച്ച് പോവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പോ അവർ ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സും ശരീരവും ആത്മാവും നമ്മളോടൊപ്പം ഉണ്ട്. ചിലപ്പോൾ വീട്ടിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് വന്നിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ചില പ്രത്യേക അവസ്ഥ കൊണ്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. തെറ്റിദ്ധാരണ കൊണ്ട്, അതായത് ഈ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട് മാറിപ്പോയ ആളുകളുണ്ട്. അതെല്ലാം തെറ്റിദ്ധാരണ മാത്രമാണ്. ഒരു കാലം അവർക്ക് അത് തിരിച്ചറിവ് കൊടുക്കും. കാലത്തിന് ശകലം മുമ്പേ വന്നു പോയതിന്റെ ഒരു കുഴപ്പമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ആയിപ്പോയി. കുറച്ച് ശകലം മുമ്പായി പോയി എന്നത് എൻ്റെ കുഴപ്പമല്ല, അങ്ങനെ വന്നതാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. ഞാൻ ബോധപൂർവം പറഞ്ഞു വന്നതല്ല ഇത്. എനിക്കറിയാൻ പോലും പാടില്ല എന്താണ് എന്താണ്. ഇച്ചിരി ശകലം മുന്നിലായി പോയി. അതൊന്നും ബോധപൂർവമല്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. കാരണം ലോകത്ത് ഇതിന്റെ മാറ്റങ്ങൾ വ്യാപകമായി ഭയങ്കര ഫാസ്റ്റായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം 5 വർഷം. അത്രയും നാളെങ്കിലും നിങ്ങൾ കാത്തിരിക്കുക. മാക്സിമം അതിനുള്ളിൽ നിങ്ങൾ പ്രചരിപ്പിക്കുക. നിങ്ങൾക്ക് പറയുക. ഒരാളെ നിർബന്ധിച്ച് ഇതിലിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇത് അങ്ങനത്തെ ഒരു പ്രോഗ്രാം അല്ല ഇത്. ആരെങ്കിലും വല വീശി അല്ലെങ്കിൽ പൈസ വാഗ്ദാനം ചെയ്ത് മോഹനമായ വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം അല്ല ഇത്. ഇത് അങ്ങനത്തെ ഒരു പ്രോഗ്രാമേ അല്ല. നിങ്ങൾക്ക് ഇത് അടുത്ത മാസങ്ങളിൽ മാർച്ചിലും ഏപ്രിലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഇത് കൂടുതൽ എങ്ങോട്ടൊക്കെയാണ് ഇത് സഞ്ചരിക്കാൻ പോകുന്നത്, ഏഹ്? ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുവരെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. നിങ്ങൾ എന്നെ കാണുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ എന്നെ കുറിച്ച് ഒരു പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ട് ആ പിക്ചർ നിങ്ങൾ വലിച്ചു കീറുകയാണ്. തെറ്റു പറയാൻ പറ്റില്ല. ഒന്നും തെറ്റല്ല, എല്ലാം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടിരിക്കുക. നിങ്ങൾ ഇതിൽ നിന്നും പഠിച്ചെടുത്ത വലിയ ഒരു അറിവല്ല, അറിയലുണ്ട്. വലിയൊരു അറിയലുണ്ട്. നിങ്ങൾ നിങ്ങളെ അറിഞ്ഞ ഒരു അറിയലുണ്ട്. ഒന്ന് ഇരുന്ന് നോക്ക് നിങ്ങള്. 21 ദിവസം ഇരുന്നാലും മതി. 40 ദിവസം ഇരിക്കാൻ പറ്റുന്നവർ ഇരുന്ന് നോക്കട്ടെ.
ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ഇവിടുന്ന് ഒരു അറിവും കൊണ്ടുപോകുന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായി ലോകത്തെല്ലാ അറിവും. മാരിയമ്മ മറിയം എന്ന മാരിയമ്മ മറിയം എന്ന ഉമ്മുൽ കിതാബ് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായി വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ നിന്നാണ് സകല മക്കളുടെയും പിറവി. എല്ലാ മക്കളും, ആ മക്കൾ നിങ്ങളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റുള്ളവരാണോ, വേറെ ആരെല്ലോ ആണോ, നിങ്ങളാണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ഹൃദയമാണ്. അതിൽ നിന്നാണ് പിറവി കൊള്ളേണ്ടത് മകൻ. കോൺഷ്യസ്നസ്, മുരുക കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്, അത് മകനാണ്. ആ മകൻ പിറവി കൊള്ളേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇത് ഒരു പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു തരാത്തത്, ഞാൻ പറഞ്ഞില്ലേ, ഈ സമയം എത്തുന്നതിന് മുമ്പ് പറയുക എന്നുള്ള ഒരു സ്വഭാവം എനിക്കുണ്ട്, പണ്ട് തൊട്ടേ ഉണ്ട്. അതെന്റെ എന്തോ എങ്ങനെയോ ഉള്ളതാണത്. കണ്ടിന്യൂ ചെയ്യുക, തുടരുക. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം നിങ്ങൾ അനുഭവിക്കുക. ആ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാറ്റം നിങ്ങൾ അനുഭവിക്കുക. അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, നിങ്ങളുടെ മാത്രം സ്വന്തമാണ്. ഓക്കെ.